ഹായ് ഹലോ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വിഷുവിനൊക്കെ ഇടാൻ പറ്റിയ ഒരു അടിപൊളി കുർത്തിയുടെ കട്ടിങ് വീഡിയോയാണ്. ബിഗിനേഴ്സിനൊക്കെ നല്ല എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ വിധത്തിലാണ് നമ്മളിവിടെ പറയണത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അതിനായിട്ട് ഞാൻ ഇവിടെ 3 മീറ്റർ തുണിയാണ് എടുത്തിരിക്കുന്നത്. ലൈനിങ്ങിലാണ് നമ്മൾ ആദ്യം കട്ട് ചെയ്യണത് കേട്ടോ. അപ്പോൾ ലൈനിങ് പീസ് ഇതേപോലെ 4 മടക്കാക്കി ഇട്ടതിന് ശേഷം നമ്മുടെ കറക്റ്റ് അളവുള്ള ഒരു ടോപ്പ് ഇതേപോലെ 2 ആക്കി മടക്കി നമ്മൾ ആ ലൈനിങ്ങുമ്മേ ചുളിവുകളൊന്നും ഇല്ലാണ്ട് ഇങ്ങനെ വെച്ച് നമ്മുടെ അളവുകൾ കറക്റ്റായിട്ട് ഇങ്ങനെ അടയാളപ്പെടുത്തി കൊടുക്കുക. കൈക്കുഴിയുടെ അവിടെ ഇതേപോലെ കൈയൊന്ന് പതുക്കെ മടക്കി വെച്ചതിന് ശേഷം വളച്ച് അതിങ്ങനെ അടയാളപ്പെടുത്തുക. അതിനുശേഷം നമുക്ക് ആ ടോപ്പ് എടുത്ത് മാറ്റിയിട്ട് ഇതിനുള്ള തയ്യൽ തുമ്പും കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. നമ്മൾക്ക് 1/4 ഇഞ്ച് അല്ലെങ്കിൽ 1/2 ഇഞ്ച് എങ്ങനെയാണ് തയ്യൽ തുമ്പ് എടുക്കാന്നുണ്ടെങ്കിൽ അത് കൈക്കുഴിയുടെ അവിടെ അടയാളപ്പെടുത്തുക. പിന്നെ 1.5 ഇഞ്ച് വീതം നമുക്കിത് ഈ സൈഡിൽ തയ്യൽ തുമ്പ് അടയാളപ്പെടുത്തി കൊടുക്കുക. പിന്നെ താഴത്തോട്ട് അങ്ങനെ തുണി എന്തോരമുണ്ടോ അതിനനുസരിച്ച് അങ്ങനെ ചെരിച്ച് താഴ്ത്തി ഞാൻ വരച്ച് കൊടുക്കുക കേട്ടോ. നെക്ക് നമ്മൾ ഇതിൽ കട്ട് ചെയ്യണില്ല, എന്നല്ല ഞാൻ വെറുതെ ഒന്ന് അടയാളപ്പെടുത്തിയെന്നുള്ളൂ കേട്ടോ. ഇതിങ്ങനെ ക്യാൻവാസിലാണ് നമ്മൾ നെക്ക് കട്ട് ചെയ്യണത്. ഇതിങ്ങനെ വരച്ചതിന് ശേഷം താഴെ ഒരു 3 ഇഞ്ചോളം താഴത്തുനിന്ന് ഇങ്ങനെ കയറ്റി ഒന്ന് ഷേപ്പ് ചെയ്തെടുത്തോളൂ. ഇനി നമുക്ക് ലൈനിങ് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തെടുത്തതിന് ശേഷം നല്ല തുണി ഇതേപോലെ തന്നെ 4 മടക്കാക്കിയിട്ട് മടക്കിയിടുക. അതിന് ശേഷം നമ്മൾ ലൈനിങ് അടയാളപ്പെടുത്തിയതിൽ ഷോൾഡർ എത്രയാണോ അടയാളപ്പെടുത്തിയിരിക്കുന്നത് അതിൻ്റെ പകുതി കാണുക. ഷോൾഡർ നമ്മളിവിടെ അടയാളപ്പെടുത്തിയിരിക്കുന്നത് 7 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ പകുതി 3.5 ഇഞ്ച് നമുക്കിവിടെ നല്ല തുണിയിൽ ഇതേപോലെ അടയാളപ്പെടുത്തി കൊടുക്കുക. അവിടുന്ന് താഴത്തേക്ക് ഒരു 17 ഇഞ്ച് അടയാളപ്പെടുത്തുക. എന്നിട്ട് നേരെ അവിടെ നിന്ന് ഇങ്ങനെ സ്ട്രെയിറ്റ് വരച്ച് കൊടുക്കുക. അതിന് ശേഷം താഴെ എത്രയാണോ തുണിയുടെ വിടുത്ത് വരുന്നത് അതിൻ്റെ പകുതി അടയാളപ്പെടുത്തുക. എന്നിട്ട് നമ്മൾ ആ 17 കണ്ടുവച്ചില്ലേ അതിൽ നിന്ന് ഇങ്ങനെ താഴത്തോട്ട് സ്ട്രെയിറ്റ് ഇങ്ങനെ വരച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമുക്കത് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തതിന് ശേഷം ആ ബാക്കി വന്ന ബാലൻസ് അത് എടുത്ത് നമ്മൾ നേരെ തിരിച്ച് അപ്പുറത്തേക്ക് മറച്ചിടണം. നേരെ സ്ട്രെയിറ്റ് വരുന്ന ഭാഗം നമ്മൾ കട്ട് ചെയ്ത ഭാഗത്തേക്ക് ആക്കിയിട്ട് 1/2 ഇഞ്ചോളം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പീസിലേക്ക് തയ്യൽ തുമ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് 1/2 ഇഞ്ചോളം കയറ്റി വെച്ചിട്ട് വേണം ഇതേപോലെ ഇങ്ങനെ നിവർത്തിയിടാൻ കേട്ടോ. തയ്യൽ തുമ്പ് 1/2 ഇഞ്ച് നമ്മൾ ഈ ആദ്യം വെട്ടി വെച്ചിരിക്കുന്ന പീസിലേക്ക് ഒന്ന് കയറ്റി ഇതേപോലെ ഇടുക. അതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ലൈനിങ് ആ തുണിയുടെ മുകളിലേക്ക് വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് അടയാളപ്പെടുത്തി കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് ഇത് നമ്മൾ മറച്ചിടുമ്പോൾ താഴെ വരുന്ന ഭാഗം ഇതിങ്ങനെ ജോയിൻ്റ് ആയിരിക്കും. അത് ഇങ്ങനെ കട്ട് ചെയ്ത് 4 പീസാക്കി എടുക്കുക. അപ്പോൾ ഇത്രയാണ് നമുക്ക് ടോപ്പിൻ്റെ കട്ടിങ് വീഡിയോ വരുന്നത്. സ്ലീവ് ഇതേപോലെ ഈ വരുന്ന പീസിലാണ് നമുക്ക് കട്ട് ചെയ്യേണ്ടത്. സ്ലീവ് കട്ട് ചെയ്യുന്നതിൻ്റെ വീഡിയോ ഞാൻ ഇതിൽ മുന്നിട്ടിട്ടുണ്ട്, അതുകൊണ്ട് ഇപ്പോൾ ഇതിൽ ചെയ്യണില്ല. അപ്പോൾ ഇനി നമുക്ക് അടുത്തത് സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം. അപ്പോൾ ബൈ.